ആലപ്പുഴ തകഴിയിൽ കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആൺസുഹൃത്തും മറ്റൊരാളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, നോക്കൂ, കുട്ടിയുടെ മൃതദേഹം അടക്കം ലഭിച്ചിട്ടുണ്ട്. ഈ നിർണായക വിവരങ്ങളടക്കം ഈ പ്രതി നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വർഷ, ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറമായിട്ടാണ് ഈ മൃതദേഹത്തിനായിട്ട് പോലീസ് തെരച്ചിൽ നടത്തിയത്. പോലീസ് അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത് കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തിനിടയിൽ മരണപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരികയും അത് പൂച്ചാക്കൽ പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂച്ചാക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ നാടിനെ ആകെ ഞെട്ടിച്ച തരത്തിലുള്ള ഈ വാർത്ത പുറത്തു വരുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് മരണപ്പെട്ട കുഞ്ഞിനെ കാമുകനെ ഏൽപ്പിക്കുന്നു, ഇത് കൊലപ്പെടുത്തി കുഞ്ഞിനെ ഏൽപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം പറയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള നമുക്കൊരു സ്ഥിരീകരണം വരികയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും പോലീസ് കസ്റ്റഡിയിലാണ്. ഷാജാൻ, ഇനി പ്രതികളുമായുള്ള പോലീസിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുമായിട്ട് ഇപ്പോൾ നമ്മുടെ അല്പം മുമ്പ് ഓട്ടോറിക്ഷയിലാണ് ഈ പ്രതികളെ പോലീസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഈ പ്രതികളുമായിട്ട് പോലീസ് ഇനിയിപ്പോൾ നേരെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വരും. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും അടക്കമുള്ളവർ പോലീസിൻ്റെ അനന്തര നടപടികളിലേക്ക്, അതായത് ഇനി കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. എന്തായാലും ഈ കേസിൽ ഈ ബോഡി മറവ് ചെയ്തതും ഇത്തരം കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ വലിയ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അത് സംബന്ധിച്ച് പോലീസ് അടുത്ത നടപടികളിലേക്ക് പോകും. ഇപ്പോൾ ഈ പ്രതി നമ്മുടെ തൊട്ട് പിൻഭാഗത്ത് കാണുന്ന ഇവിടെയായിട്ടാണ് ഈ പ്രതിയുമായിട്ട് ഇപ്പോൾ പോലീസ് തിരച്ചിലിന് പോയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കാര്യം. പോലീസ് ജീപ്പിനൊന്നും വന്നെത്താൻ കഴിയാത്ത ഒരു പ്രദേശമാണ്. തകഴി പഞ്ചായത്തിലെ 10-ാം വാർഡ് കുന്നുമേലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെയാണ് ഈ സുഹൃത്തിൻ്റെ വീടുള്ളത്. ഈ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്തും കൂടിയാണ് ഈ മൃതദേഹം ഇവിടെ മറവ് ചെയ്തതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അല്പസമയം മുൻപ് ഈ സുഹൃത്തിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടിവിടെ വരികയും അദ്ദേഹത്തിൻ്റെ മുഖം പൂർണ്ണമായിട്ടും മറവ് ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തത്. ഈ തിരച്ചിലിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇനി അല്പം മുമ്പ് ഇവിടെ നിന്നും ഒരു ആംബുലൻസും പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ആംബുലൻസിൽ ഈ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കും. എങ്കിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്നും മാത്രമേ ഇതൊരു കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും കൂടുതൽ ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് എന്നുള്ള സംബന്ധിച്ച് പോലീസ് നടപടികളിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നാടിനെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കാമുകനെ ഏൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അതിന് സ്ഥിരീകരണം വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇതൊരു കൊലപാതകമാണോ അതോ പ്രസവാനന്തരം സംഭവിച്ച മരണമാണോ എന്നതടക്കമുള്ള ഒരു സൂചനയും ഈ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ നിന്നും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണ്ട ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രസവത്തിന് ശേഷം 2 ദിവസം മുൻപ് നടന്ന പ്രസവത്തിന് ശേഷം ഈ പെൺകുട്ടി യാതൊരുവിധ സംശയവും തോന്നാതെ ബ്ലീഡിങ്ങിന് ശേഷം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ ചികിത്സ തേടുന്നതിനിടയിലാണ് ആശുപത്രി അധികൃതർക്ക് ചില സംശയങ്ങൾ തോന്നുകയും അവർ പൂച്ചാക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ തന്നെയാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ കൊലപ്പെടുത്തിയതാണോ ഇനിയിപ്പോൾ ഈ പ്രസവത്തിനിടയിൽ സാധാരണ സംഭവിക്കാറുള്ള ഒരു പ്രസവത്തിനിടയിൽ നടന്ന മരണമാണോ എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ മാത്രമേ അത് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി പോലീസിന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു കൊലപാതകമെന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, ആലപ്പുഴ തകഴിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതി കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്.